തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളോടൊരു വിഷയത്തിൽ ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ അതിൽ MP-മാരും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം പറയുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്നാണ് കെ സുധാകരൻ മത്സരിക്കും എന്ന് പറയുകയും അതിനെ തുടർന്നൊരു വലിയ ചർച്ച ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ MP-മാരും മത്സരിക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് കണ്ണൂരുള്ള കുറച്ച് കോൺഗ്രസ്സുകാരല്ലാത്തവരോടും മറ്റു ചില കോൺഗ്രസ് പ്രവർത്തകരോടും എല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും ഒന്ന് രേഖപ്പെടുത്തുക. അതായത് കണ്ണൂരിലെ കോൺഗ്രസ് എന്നാൽ അത് കെ സുധാകരനാണ് എന്നാണ് കണ്ണൂരിലെ കോൺഗ്രസ്സുകാരല്ലാത്ത കുറച്ച് ആൾക്കാർ പറഞ്ഞത്. അത് മാത്രമല്ല, കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുക, അതായത് യൂത്ത് കോൺഗ്രസിന്റെ ആവട്ടെ പിന്നിൽ നിൽക്കുന്ന അണികൾക്ക് ഏതൊരു ആവശ്യം വന്നാലും അവരെ ചേർത്ത് നിർത്തുകയും അവരോടൊപ്പം അവരെ കൈവിടില്ല, അങ്ങനത്തെ ഒരു അനിഷേധ്യ നേതാവാണ് കെ സുധാകരൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു വിഷയം, ഇദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഒരു വാഗ്ദാനമായിരുന്നു പറഞ്ഞിരുന്നത് നിയമസഭയിൽ മത്സരിക്കാൻ അവസരമുണ്ടാവുമെന്നാണ്. പക്ഷേ അതിനേക്കാൾ മുന്നേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലാതിരുന്നിട്ട് കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കേണ്ടതായി വന്നു, വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് അവിടെ നിലവിലുള്ളത്. അപ്പോൾ അദ്ദേഹം പരസ്യമായി അത് ആവശ്യപ്പെടാനുണ്ടായതിന്റെ കാരണവും അത് തന്നെയാണ്. അദ്ദേഹത്തോട് നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റുണ്ടാവും, അദ്ദേഹത്തിന് മത്സരിക്കാം എന്ന് പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം ഒരു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കണമെന്നൊന്നും ഉദ്ദേശിച്ചായിരിക്കില്ല അദ്ദേഹം പറഞ്ഞതും എന്നുമാണ് ഞാൻ പല ആൾക്കാരുമായും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ MP-മാരും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം കോൺഗ്രസ് കൈക്കൊള്ളുന്നു. അപ്പോൾ അതിൽ ഒരു എക്സെപ്ഷൻ, എല്ലാത്തിലും ഒരു എക്സെപ്ഷൻസ് ഉണ്ടാകാറുണ്ടല്ലോ പൊതുവെ. ഇപ്പോൾ CPM-ലായാലും ശരി തന്നെ ഇപ്പൊ 2 തവണയിൽ കൂടുതൽ മത്സരിക്കേണ്ട എന്നൊക്കെ ചിലത് പറയും. എന്നാൽ ചിലർക്ക് അതിൽ നിന്നെല്ലാം ഇളവുകൾ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും എല്ലാത്തിലും ചില ഇളവുകൾ ചെയ്തു കൊടുക്കാറുണ്ട് പലരും. അതുപോലെ ആ ഒരു ഇളവ് കെ സുധാകരന് കൊടുക്കണമോ വേണ്ടയോ? എന്ത് പറഞ്ഞാലും അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ ശക്തനായ ഒരു നേതാവാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ KS എന്ന് തന്നെയാണ് എന്നുള്ളതിൽ ആർക്കും മറിച്ചൊരു അഭിപ്രായമില്ല. അപ്പൊ അദ്ദേഹം അത് പരസ്യമായി ഈ പ്രതികരിച്ചത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ള കാര്യവും വ്യക്തമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അദ്ദേഹത്തിനെ മത്സരിക്കാൻ അനുവദിക്കണമോ അതല്ലെങ്കിൽ ആരും മത്സരിക്കണ്ട എന്നുള്ളതാണോ? ഇപ്പോൾ MP-മാരെ മത്സരിപ്പിക്കണ്ട എന്നുള്ള പാർട്ടിയുടെ തീരുമാനം അത് ശരി തന്നെയാണ്. എല്ലാ MP-മാരും ഇപ്പൊ മത്സരിക്കാനുള്ള ഒരു 8 MP-മാര് മത്സരിക്കാൻ നിലവിലുണ്ടാവും.